പലതരം മത്സരങ്ങൾ കണ്ട് പരിചയിച്ച നാട്ടുകാർക്ക് ഈ മത്സരം പക്ഷേ പുതിയ അനുഭവമായിരുന്നു. പാളയം ജമാഅത്ത് പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള 45 സെന്റ് തരിശുഭൂമിയിൽ പച്ചക്കറിത്തോട്ടം ഒരുക്കുക എന്നതായിരുന്നു മത്സരം. ഒരു സെന്റിൽ മികച്ച കൃഷിത്തോട്ടം ഒരുക്കുന്ന വീട്ടമ്മയ്ക്ക് ഒന്നാം സമ്മാനമായി പ്രഖ്യാപിച്ചതാവട്ടെ ഉംറ കഴിക്കാനുള്ള മുഴുവൻ ചിലവ്. 90 ദിവസം കൊണ്ട് ജൈവവളം മാത്രം ഉപയോഗിച്ച് കൃഷി നടത്തണമെന്നതായിരുന്നു സംഘാടകരുടെ നിർദ്ദേശം. അതോടെ അടുക്കളയിൽ ഒതുങ്ങി നിന്നിരുന്ന 45 സ്ത്രീകൾ വിത്തും വളവുമായി പാടത്തിറങ്ങി. വെണ്ടയും മത്തനും ഇളവനും അടക്കമുള്ളവ പാടത്ത് മത്സരിച്ച് വിളഞ്ഞതോടെ ജേതാവിനെ തിരഞ്ഞെടുക്കുക എന്നതായി സംഘാടകരുടെ മുന്നിലെ വെല്ലുവിളി. വാശിയേറിയ മത്സരത്തിനൊടുവിൽ ഒന്നാം സമ്മാനം തേടിയെത്തിയത് ഫാത്തിമ എന്ന വീട്ടമ്മയെ. ഈ മത്സരത്തിൽ എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട്. അതിലപ്പുറം മരുഭൂമിയിലേക്കുള്ള ഉംറ എന്ന ഒരു ഗഡുവാണ് ഒന്നാം സ്ഥാനത്തിലേക്ക്. അത് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പച്ചക്കറി ഉൽപാദനത്തിൽ ആവേശകരമായ ഒരു നാട്ടൊരുമയ്ക്ക് തുടക്കമിടാനായതിന്റെ സന്തോഷത്തിലാണ് മത്സരത്തിന്റെ സംഘാടകർ. കൃഷി ഒരു സംസ്കാരമായി കാണാത്ത ഈ ജനസമൂഹത്തെ കൃഷിയിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ഒരു മഹത്തായ മണ്ണിന്റെ മണമറിഞ്ഞുകൊണ്ട് കൃഷിയെ സ്നേഹിച്ചുകൊണ്ട് മണ്ണിനെ അറിഞ്ഞുകൊണ്ട് ആ അധ്വാനത്തിന്റെ ഫലം സ്വന്തം ഭക്ഷണത്തിലേക്ക് വരുമ്പോഴുള്ള ഒരു തൃപ്തി അതൊരു വല്ലാത്ത അനുഭവമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. മത്സര പ്രഖ്യാപനം മുതൽ വിളവെടുപ്പ് വരെ ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ ഇവർക്ക് പിന്തുണയുമായി നാട്ടുകാരും രംഗത്തുണ്ടായിരുന്നു. മീഡിയ 1 കണ്ണൂർ.